കാൽപ്പാടുകളെ പറ്റി പറയാൻ പ്രത്യേകിച്ചൊന്നും സിനിമ ചെയ്തു ചെയ്തു എന്നല്ല അത് പറയാ. വാസ്തവത്തിൽ സിനിമ ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ലാൻഡഡ് പ്രോപ്പർട്ടീസ് എൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല. 10 കിട്ടിയാൽ 100 ചെലവ്, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എൻ്റെ കയ്യിലുള്ള എൻ്റെ സമ്പത്ത് എൻ്റേതല്ല, ഞാനൊരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ് എന്ന് കരുതുന്നൊരു വിഡ്ഢിയാണ് ഞാൻ. ആരും എന്നോട് സഹായം ചോദിച്ചിട്ടല്ല ഞാൻ ആരെയും സഹായിച്ചിട്ടുള്ളത്. അടുത്ത് പെരുമാറുന്ന ജീവിക്കുന്ന ആളുകൾ തമ്മിൽ, സ്നേഹിതന്മാരാവട്ടെ ബന്ധുക്കളാവട്ടെ, അവരുടെ സുഖദുഃഖങ്ങൾ നമുക്കറിയാലോ, അറിഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ധാരാളിയായിരുന്നു ഞാൻ. എത്ര പണം കിട്ടിയാലും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇന്ന് കിട്ടിയാൽ നാളേക്ക് ഉണ്ടാവില്ല, അന്ന് ചോർന്നു പോകും. അതിന് അച്ഛൻ എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു. എന്താണെന്നറിയുമോ? കിഴങ്ങൻ എന്നല്ല, മുക്കിഴങ്ങൻ പമ്പര വിഡ്ഢി എന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നു. ആ വിഡ്ഢിതാ ഇത്രയും കാലം ജീവിച്ചു. ആ വിഡ്ഢിയായതിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണ്. 4 മണിക്കുള്ള ബസ്സിൽ പോയിടണം, അതുകൊണ്ട് വേഗം നടന്നു. ഞാൻ ചെന്നാലേ എന്നടുപ്പിൽ തീ പുകയുള്ളൂ, അതുകൊണ്ട് വേഗം നടന്നു. അങ്ങനെ നടക്കാണ്, ബന്ധപ്പെട്ട് നടക്കാണ്. അപ്പോൾ എൻ മുന്നിൽ കൈനീട്ടി നിൽക്കുന്നൊരാൾ, ഒരു അരപ്രാണൻ. ഇപ്പം അവിടെ വീണ് ചാവും, ആ നിലയ്ക്ക് നിൽക്കുകയാണ്. ഞാൻ എൻ അരിക്കിഴി നൽകി, അന്നേരം എൻ്റെ അടുപ്പിനെയോർത്തിയില്ല, ഞാൻ എന്നെയും ഓർത്തിയില്ല. സ്തബ്ധനായി നിന്നു ഞാൻ, മൂഢൻ ഞാൻ, ഒരു മൂഢൻ മുക്കിഴങ്ങൻ. അതാ ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു നാടകമായിരുന്നു, കാൽപ്പാടുകൾ നാടകം. KS ആൻ്റണി നാടകം. ഏലൂർക്കാർ, ആലുവയിൽ അപ്പുറത്തുള്ള FST ഫാക്ടറിയിലേക്ക് അടുത്താണ് അയാളുടെ തറവാട്. ആ നാടകത്തിൽ അഭിനയിക്കാൻ ഇത് അഭിനയഭ്രാന്തനാണ് ഞാൻ, എഴുത്തുകാരനാണ്, നടനാണ്, പലതുമാണ്. അങ്ങനെ ആ നാടകം, അത് ഇരവി നമ്പൂതിരി എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രത്തിലാണ് ഞാൻ കൈകാര്യം ചെയ്തിരുന്നത്, എനിക്ക് എൻ്റെ ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഈ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൻ്റണി പലപ്പോഴും പറയുന്നു, തിരുമേനി നമുക്കത് സിനിമയാക്കണം എന്ന് പറയുക. ഞാനും പറയും അത് സിനിമയാക്കണമെന്ന്. അങ്ങനെ പറഞ്ഞ് പിന്നെ അതൊരു തരം വാശിയായി, ഒരു എന്താ പിന്നെ പറയുക, അങ്ങനെ അത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഇതായിട്ട് തീർന്നു. അങ്ങനെ ഏതായാലും ഇനിയിപ്പോൾ അതിനൊക്കെ ഏതായാലും ശ്രമിക്കാമെന്ന് വെച്ചു. ആൻ്റണി അതിൻ്റെ തിരക്കഥ എഴുതാനായിട്ട് ആൻ്റണി ഏൽപ്പിച്ചു. ഒരു മാസം അയാൾ ഇരുന്നെഴുതി. അത് ചർച്ച ചെയ്യാൻ വേണ്ടി മുട്ടത്ത് വർക്കി സാറ്, നോർബർട്ട് പാവന എന്ന് പറയും, ഒരു എറണാകുളത്തുകാരൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. 2 പേരും മരിച്ചുപോയി. അവർ വന്ന് ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് അവസാനം പറഞ്ഞു, നമ്പ്യാർ സാർ, ഇത് വെച്ചിട്ട് ഒരു സിനിമ എടുക്കാൻ ഒക്കില്ല, സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് വേറെ ഉണ്ടാക്കണം. അങ്ങനെ ഇരുന്ന് അപ്പോൾ ഇത് സിനിമ എടുക്കാം എന്ന് ആൻ്റണി പറഞ്ഞ്, ഞാനും എടുക്കാമെന്ന് പറയുന്നതിനിടയിൽ ഞാൻ ഈ കാൽപ്പാടുകൾ, ഈ ശ്രീനാരായണ ഗുരുവും കുമാരനാശാനൊക്കെ കഥാപാത്രങ്ങളാണ്, സഹോദരൻ അയ്യപ്പൻ അവർക്ക്. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിരുന്നു. കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ, സഹോദരൻ പത്രത്തിൻ്റെ കുറേ വോളിയംസ്, പിന്നെ മറ്റേ MK സാനു സാർ എഴുതിയിട്ടുള്ള എൻ്റെ ഗുരുനാഥൻ, പിന്നെ ആ കാലഘട്ടത്തെക്കുറിച്ച് അറിയാനുള്ള എല്ലാം. അങ്ങനെ എൻ്റെ സിനിമ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞാനിങ്ങനെ എങ്ങനെ ഒന്നിനു വേണ്ടി അല്ലാതെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ
അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴേ അപ്പം മറ്റൊരു ഒരു തിരക്കഥാകൃത്തിനെ അന്വേഷിച്ച് തേടിപ്പിടുത്ത് ഇതൊന്നും ചെയ്യാനല്ല ഞാൻ ശ്രമിച്ചത്. എനിക്കെന്തുകൊണ്ട് എഴുതിക്കൂടാ? അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങാണ്ടായത്. ഇന്നിപ്പോൾ മറ്റേ മലയാള മനോരമയിലെ ജോയ് ശാസ്താംപടിക്കൽ, തോപ്പിൽ രവി, PS ഗംഗാധരൻ, ഇങ്ങനെ 3 പേര് എൻ്റെ പഴയ സുഹൃത്തുക്കൾ. അവർ തൃശ്ശൂർ DCC ആഫീസിൽ സ്ഥിരം താമസിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനമായിട്ട് പട്ടിണി കിടന്ന് രാഷ്ട്രീയം പ്രവർത്തിച്ച് നടത്തിയിരുന്ന ഘട്ടത്തിൽ തൃശ്ശൂരിൽ പ്രീമിയർ ലോഡ്ജ് എന്ന് പറയുന്നൊരു ലോഡ്ജ് അന്ന് തുടങ്ങുന്ന കാലത്ത്, ഇന്നത്തെ ഇല്ല കേട്ടോ, 61 കഥ പറയാണ്, 61 തുടങ്ങുന്ന കാലത്ത് അത്രയും ക്ലീനായിട്ടുള്ളൊരു ലോഡ്ജ് വേറെ ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചാണ് ഞാൻ ഇതെൻ്റെ സ്ക്രിപ്റ്റ് ഓരോ ദിവസവും എഴുതുന്നത്. ഇവർ പിന്നെ നാട്ടിക ദാമോദരൻ എന്ന് പറയുന്ന മറ്റേ കേരള കൗമുദിയുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു സുഹൃത്ത്, ഇങ്ങനെ 5-6 ആൾ കൂടി ഓരോ ദിവസവും എഴുതുന്നത് ചർച്ച ചെയ്ത് അംഗീകരിച്ച് മാറ്റങ്ങൾ വരുത്തി അങ്ങനെയാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊരു സ്ക്രിപ്റ്റായി. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്ക് വസ്തുതകളാണോ അല്ലേ അറിയില്ല. അതിന് അറിയാവുന്ന ഒരാളെ കണ്ട് അറിയണമല്ലോ എന്ന് വിചാരിച്ച് എറണാകുളത്ത് പോയി സഹോദരൻ അയ്യപ്പനെ കാണുന്നത്. അദ്ദേഹത്തിന് എനിക്ക് മുമ്പേ പരിചയമുണ്ട്. ഞാൻ എറണാകുളത്ത് മഹാരാജാസിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ അവിടെ ഒഴിവ് ദിവസങ്ങളിൽ അവിടെ പത്രാഫീസിൽ പോവുകയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയും മറ്റൊക്കെ ചെയ്തിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താമെന്ന് വിചാരിച്ച് അവിടെ പോയി കണ്ടു. ചെന്നപ്പോൾ അദ്ദേഹം ബെഡ് റെസ്റ്റിലാണ്, സംസാരത്തിന് വിലക്ക്, എല്ലാത്തിനും തീരെ വയ്യ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പാർവതി ടീച്ചർ പറഞ്ഞത് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം സംസാരിക്കണ്ട, ഞാൻ വായിക്കുന്ന അദ്ദേഹം കേട്ടാൽ മതി. അങ്ങനെ വായിച്ച് കേട്ട് അദ്ദേഹത്തിന് അങ്ങേറ്റം സംതൃപ്തനായിട്ട് പറഞ്ഞു, നമ്പ്യത്തെ താനിതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളുമാണ്. ഇതൊക്കെ തനിക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അതൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയാൽ ശേഖരിച്ച് ഒന്നാന്തരായിട്ടുണ്ട്. പക്ഷേ ഒന്നാന്തരായാൽ പോരല്ലോടോ, ഇതിനൊക്കെ വേണ്ടി മുടക്കിയാൽ കാശ് കിട്ടുമോ എന്നാ എന്നോട്. ആൻ്റണിയെ മദ്രാശി പറഞ്ഞയച്ച് MB ശ്രീനിവാസനെ സംഗീത സംവിധായകനായിട്ട് മറ്റേ P ഭാസ്കരനെ കൊണ്ട് പാട്ട് എഴുതിക്കാൻ വേണ്ടി. P ഭാസ്കരൻ 2 പാട്ട് എഴുതിയിട്ടുള്ളതിൽ മാളിക മുറ്റത്ത് മാവിനെ മോഹിച്ചു മാടത്തിൻ മുറ്റത്ത് പൂമില്ല, ഒരു ശോകഗാനം P ലീല പാടി. ആ പാട്ട് പാടിയിട്ട് ലീല കരഞ്ഞു വന്നു. അത് ലീലയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവമായിരുന്നു അത്. അങ്ങനെ P ഭാസ്കരൻ ഒന്നത്, പിന്നെ അറ്റൻഷൻ നെല്ലിക്കോട് ഭാസ്കരൻ മറ്റൊക്കെ വെച്ചിട്ട് ചിത്രീകരിച്ചിട്ടുള്ള നെല്ലിക്കോട് ഭാസ്കരൻ, PJ ആൻ്റണി, പറവൂർ ഭരതൻ, ആറന്മുള പൊന്നമ്മ, ശാന്തിയാണ് ഹീറോയിൻ. ശാന്തി എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു, കേട്ട് തിരുവനന്തപുരത്ത്. കടാമംഗലം സദാനന്ദൻ്റെ ഭാര്യയുടെ അനുജത്തി നസീറാണ് നായകൻ. നസീർ, നവാസ്, നെല്ലിക്കോട് ഭാസ്കരൻ, പറവൂർ ഭരതൻ, പുലിവാര് കൊച്ചപ്പൻ, ശ്രീനാരായണ പിള്ള, സത്യനൊഴികെ മിക്കവാറും അന്നത്തെ നടീനടന്മാരൊക്കെ ഉണ്ടായിരുന്നു. സത്യന് പറ്റിയ റോളില്ലാത്തത്. സത്യന് പ്രഗത്ഭനായ നടനാണെന്ന് അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് പറ്റിയ സാധനത ഇല്ലാത്തതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ ഈ കാൽപ്പാടുക നാടകത്തിൻ്റെ സംഗീത സംവിധായകൻ വൈക്കം ചന്ദ്രൻ ഭാഗവതരാണ്. വൈക്കം വാസുദേവൻ നായരുടെ ബ്രദർ ആണ് ഇദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു പുതിയൊരു സംരംഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ്, ഒരു കുട്ടിക്ക് ഒരു പുതുതായിട്ടൊരു ചാൻസ് കൊടുക്കൂ. എനിക്ക് വേണമെന്നല്ല ഞാൻ പറയാം, എനിക്ക് വേണമെന്നാണ് സാധാരണ പറയുക. പക്ഷേ എനിക്കല്ല, ഒരു കുട്ടിയുണ്ട്, ഞാൻ അറിയുന്ന ഒരാൾ, സംഗീതത്തിൻ്റെ കാലിൽ പിടിച്ച് കെടുക്കുന്ന ഒരു കുട്ടി.
ഇത്ര സ്വരശുദ്ധിയുള്ള ഇത്ര നല്ല സ്വരമുള്ള ഒരു 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 ഒരാളെ എനിക്ക് മറ്റ് വേറെ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചാൻസ് കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കാം, നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് ഞാൻ ചെന്നപ്പോൾ ഒരിക്കൽ അവിടെ വെച്ച് അയാൾ കാണാൻ വന്നു. അത് ആൻ്റണി പറഞ്ഞയച്ചിട്ട് വന്നതാണ്. ആൻ്റണിക്ക് മുമ്പേ പരിചയമുണ്ട് അയാൾ. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് പഴയ MLA ക്വാർട്ടേഴ്സിൽ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ മുറിയിൽ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇരിക്കുമ്പോൾ ഇവൻ വന്നു പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് കാര്യമായിട്ട് രാഗങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. സംഗീതത്തിലോട്ട് ഒരുപാട് താല്പര്യമുള്ള ആളാണ് ഞാൻ. നല്ലത് എവിടെ കണ്ടാലും നല്ലതാണെന്ന് അറിയാവുന്ന വിവരമുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ പറഞ്ഞു, യേശുദാസേ, ഞാൻ തനിക്ക് ചാൻസ് തരാം, പക്ഷെ ഇത് ഞാനല്ല പറയേണ്ടത്, മ്യൂസിക് ഡയറക്ടർ പറയണം. അങ്ങനെ ഇരിക്കുമ്പോൾ MB ശ്രീനിവാസൻ ഇവിടെ കേരളത്തിൽ വന്നു. ഒരു ദിവസം രാവിലെ ഇയാൾ നമ്മുടെ യേശുദാസും അയാളുടെ അപ്പൻ അഗസ്റ്റിൻ ജോസഫ് സാറും കൂടെ അവിടെ വന്നു. MB സാറിനെ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇതാ ഞാൻ നാടക നടനും ഒക്കെയാണ്, ഞാൻ അഗസ്റ്റിൻ ഭാഗവതരും താനെന്നെ ആളുകൾ വിളിക്കുക. എനിക്ക് വലിയ സാമ്പത്തികമായി കഴിവൊന്നുമില്ല, പട്ടിണിക്കാരനാണ്. ഇതാ ഇങ്ങനെയൊക്കെ നാടകം കൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. ആ ഇല്ലായ്മയിൽ ഞാൻ ഇവനെ പഠിപ്പിച്ചു. ഇപ്പം അവൻ തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാൻസ് കൊടുത്താൽ വേണ്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ MBS പാടാൻ പറഞ്ഞു. പാടി. പാട്ട് അവസാനിച്ചപ്പോഴേ അദ്ദേഹം എണീറ്റ് നിന്ന് യേശുദാസിനെ കെട്ടിപ്പിടിച്ചിട്ട് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, മൈ ഡിയർ ബോയ് യേശുദാസ്, ഇഫ് ദ സൗണ്ട് എഞ്ചിനീയർ സേസ് ഓക്കെ, യുവർ വോയിസ് വിൽ ബി എ ഡിസ്കവറി ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, തൻ്റെ ശബ്ദം ഇപ്പോൾ ഈ എൻ്റെ നഗ്നമായ ചെവികളെ കൊണ്ട് കേൾക്കുമ്പോൾ അതിമനോഹരമാണ്. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അതിന് കാരണം എൻ്റെ തന്നെ ശബ്ദം. ഞാൻ പറയട്ടെ, MBS ഒരു പാട്ട് ഇതിന് കവിതയ്ക്ക് ഈണം കൊടുത്തിട്ട് അദ്ദേഹം പാടുന്നത് കേട്ടാൽ അതുപോലെ പാടാൻ വേറെ ഏറ്റവും പ്രഗത്ഭനായിട്ട് ഒപ്പിയെടുക്കുന്ന ഒരേ ആൾ യേശുദാസാണ്. ആ യേശുദാസിന് പോലും അദ്ദേഹത്തിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ തന്നെയാണ് ഇഫ് ദ സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയാൻ കാരണം, സൗണ്ട് എഞ്ചിനീയർ ഈ ശബ്ദത്തിൻ്റെ ഏറ്റവും ചെറിയ പാകപ്പഴ പോലും പെരുപ്പിച്ച് കാണിക്കുന്നതാണ് ഈ സൗണ്ട് എഞ്ചിൻ. അതുകൊണ്ട് സൗണ്ട് എഞ്ചിനീയറാണ് പറയേണ്ടത്. അങ്ങനെ യേശുദാസിന് പാടാൻ തീരുമാനിച്ചു വെച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ 4 വരികളാണ്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണത് എന്ന് പറഞ്ഞു. അതൊക്കെ പഠിച്ച് പിന്നെ ഈ അധികം ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ല ഇതിൽ, വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ റെക്കോർഡിങ്ങിൻ്റെ 2 ദിവസം മുമ്പ് യേശുദാസിന് പനി പെട്ടു. യേശുദാസ് അപ്പം അന്ന് താമസിച്ചിരുന്നു മദ്രാസിൽ തന്നെ. അയാളുടെ ഒരു ബന്ധു സിംസൺ ആൻഡ് കമ്പനിയിൽ എൻജിനീയർ ആയിരുന്ന ഒരാളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. റിഹേഴ്സലിന് വരും, ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോവും എന്നൊക്കെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, KS ആൻ്റണി പറഞ്ഞു, MBS പറഞ്ഞു, നബീസ് സാർ, ഇത് ഇപ്പോഴ് എൻ്റെ ഈ നിലയിൽ യേശുദാസിനെ കൊണ്ട് പാടിക്കുന്നതിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല, അത് വേണ്ട, ഇപ്പം വേണ്ട, അയാൾക്ക് കൊടുക്കാം, ചാൻസ് കൊടുക്കാം, നല്ല ശബ്ദമാണ്, കൊടുക്കാം, പക്ഷേ പിന്നീട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാവില്ലടോ, ഞാനൊരു പാട്ട് യേശുദാസിന് കൊടുക്കും. ഇവിടെ എല്ലാ മോഹവും കൊടുത്ത് ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് അവസാനം മോനെ നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചന്തിക്ക് തട്ടി പറഞ്ഞയക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല സാർ. അതുകൊണ്ട് ഒരു പാട്ട് ഞാൻ യേശുദാസിന് കൊടുക്കും, അതുകൊണ്ട് എൻ്റെ പടം പൊട്ടട്ടെ എന്ന് പറഞ്ഞു. യേശുദാസ് പാടി. അതിൻ്റെ ടേപ്പ് വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, അതിമനോഹരമായിട്ട് പാടി. അപ്പോൾ യേശുദാസ് സത്യത്തിലെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു, എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാതെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. അതാണ് തുടക്കം. ജാതിഭേദം മതദ്വേഷം
ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. സിനിമ ചെയ്ത് അല്ലാതെ അത് സാമ്പത്തികമായിട്ട് പൊട്ടിപ്പോയി. ഈ അവാർഡും കുന്തമൊക്കെ കിട്ടിയെങ്കിലും കാശ് മാത്രം കിട്ടിയില്ല. അത് മാത്രമല്ല, ഇത് പടം ഞാൻ തുടങ്ങി വെച്ചെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്തത് പൂർത്തിയാക്കിയത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഞാൻ ഡയറക്ടർമാരിൽ ഒരാളായി മാറി. 7 ഡയറക്ടർമാർ, ആ 7 ഒരാളായി ഞാൻ മാറി. അങ്ങനെയാണ് ഇത് പിന്നീടുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തത്. അല്ല, അത് മദ്രാസിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, അതുവരെ ഞാനാണ് ചിലവ് ചെയ്തിരുന്നത്. ഞാനാന്ന് വെച്ചാൽ എൻ്റെ മേൽനോട്ടത്തിൽ ചിലവ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇനി എന്നെക്കൊണ്ടാവില്ല അങ്ങോട്ട് പോകണം. ഈ സിനിമയിൽ കാശ് ചിലവാക്കാമെന്ന് പറയുന്നത് മറ്റൊരാളോട് പറഞ്ഞാൽ മനസ്സിലാക്കാത്ത രീതിയിൽ പലതും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ആളുകൾ വരിക, നിങ്ങളുടെ പൈസ അല്ലെങ്കിൽ നമ്മുടെ പൈസ അത് അവർ ചിലവാക്കണം, ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം കയറ്റെടുക്കില്ല എന്ന് പറഞ്ഞ് ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഞാനതിലെ ഏറ്റവും ചെറിയ ഒരു ഭാഗമായി. മറ്റത് 6 പേരും ഒന്നിച്ച് അങ്ങനെ വന്ന് പടം പൊട്ടിയപ്പോൾ അതിൻ്റെ എല്ലാ കുറ്റവും എൻ്റെ തലയിൽ വീണു. അതിഗംഭീരമായിട്ട് മറ്റേ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഉദ്ഘാടനത്തിലൊന്നും ഞാനില്ല, കെ.എസ്. ആൻ്റണി ഇല്ല, ഞങ്ങളോട് പറഞ്ഞില്ല. വളരെ ആത്മാർത്ഥത്തോടുകൂടി ആണ് ആ സംഗതി നടന്നത്. പക്ഷെ അതിലൊന്നും ഞങ്ങൾ മുമ്പിലുണ്ടായിരുന്നില്ല. ഞങ്ങളോട് എന്നെയോ ആൻ്റണിയോ പ്രത്യേകിച്ച് പറയുകയോ അതിൽ പങ്കെടുപ്പിക്കുകയോ ചെയ്തില്ല. ചെയ്തില്ല എന്നല്ല, അത് ഞങ്ങൾ തഴയായിരുന്നു. പക്ഷേ അവസാനം അത് സാമ്പത്തികമായി പൊട്ടിയപ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം എൻ്റെ തലയിൽ വന്നു. ഞാനാണ് ആകെ നശിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നശിപ്പിച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, എൻ്റെയും കൂടെ പോയല്ലോ. അത് മാത്രമല്ല, ഞാൻ ചിലവാക്കിയ ഒരു 10 പൈസ പോലും എൻ്റെ അക്കൗണ്ടിൽ എടുത്തില്ല. അതിനൊക്കെ വൗച്ചർ, ഈ പ്രൈവറ്റ് ലിമിറ്റഡ് ആകുമ്പോൾ അതിനൊക്കെ ചിലവിനൊക്കെ വൗച്ചേഴ്സ് വേണം. ഞാൻ ചിലവാക്കേണ്ടൊന്നും വൗച്ചറില്ല. വൗച്ചർ വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു, അതിനൊന്നും അവർ താല്പര്യം കാണിച്ചില്ല. അങ്ങനെ അവസാനം ജനിച്ച നാടും വീടും ആൾക്കാരെയും ഒക്കെ വിട്ട് പിരിഞ്ഞ് ഞങ്ങളുടെ അവിടെ നിന്ന് കെട്ടിപ്പറക്കി ഈ അനങ്ങം മലയാള ചുവട്ടിലേക്ക് വന്നു വീണു. ഇവിടെ 24 മണിക്കൂർ ഒരു കർഷകനായിട്ട് അങ്ങനെ 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 കഴിഞ്ഞു. ഇപ്പോഴും അങ്ങനെ പോകണം. മൂന്ന് 4 കൊല്ലം മുമ്പാണ് എൻ്റെ പഴയ വീട്. ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ അവിടെ അത് ഇടിച്ചും പൊളിച്ചൊക്കെ അങ്ങനെ കിടക്കണു. എനിക്കിഷ്ടപ്പോൾ ഈ വീടിനേക്കാൾ ഇഷ്ടം അതായിരുന്നു. ഇത് മകൻ കയറ്റിയതാണ്. അപ്പോൾ അവിടെ വന്നൊരു ദിവസം അവിചാരിതമായിട്ട് കോട്ടയത്ത് നിന്ന് മനോരമയിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞിട്ടാണ്. ഈ ആളുകൾ ബഹളം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. അങ്ങനെ വഴി ചോദിച്ച് ഇങ്ങനെ പറഞ്ഞ് വന്ന് അവസാനം അവിടെ വീട്ടിൽ അത് ഈ കരിങ്കൽ, എൻ്റെ ആ പഴയ വീടിന് ഈ കരിങ്കലിൻ്റെ പടികളുണ്ട്, 10-12 പടികൾ. ഞാൻ അവിടെ പഠിക്കുന്ന നോക്കുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് മനോരമയുടെ ആളല്ല, യേശുദാസാണ്. വന്ന് കെട്ടിപ്പിടിച്ച് ഇരുന്ന് കുറേ സംസാരിച്ചു. യേശുദാസ് ഒന്നും ചോദിച്ചില്ല എന്നോട്. ഞാൻ പറയണത്, ഞാനങ്ങനെ ഒരു അതിർത്തിയില്ലാതെ അങ്ങനെ ഒഴുകായിരുന്നു എന്നിൽ നിന്ന് ഞാൻ എന്താണ് ഏതാണ് എന്നല്ല. അവിടെ നിന്ന് വന്നതും ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എന്താ പറഞ്ഞിരുന്നത് എനിക്ക് ഇപ്പോഴും ഓർക്കാൻ സാധിക്കണില്ല. എന്നെ എന്താണ് അങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്? ഞാൻ സ്വബോധത്തോടെ കൂടിയല്ല പോലും അങ്ങനെ സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ ഞാൻ പറഞ്ഞോളൂ കേട്ടുകൊണ്ടിരുന്നു. അവസാനം കഴിഞ്ഞിട്ട്
കാണിച്ചതില്ലേ പടികളിറങ്ങി എന്നെ പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ ഇറങ്ങി. ഈ യേശുദാസ് അയാളുടെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഞാൻ ചെയ്തു എന്ന് പറയുന്നത്. വെറും ഒരു സാധാരണ സംഭവം അന്നത്തെ രീതിയിൽ അർഹിക്കേണ്ട ഒരാൾക്ക് എന്തോ ചെയ്തു എന്നല്ലാതെ അതിനെ നമ്മൾ ഇത്ര പെരുപ്പിച്ച് കാണണ്ട എന്ന് കഴിയാണ്. അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ ഞാനാണ് ഉത്തരവാദി. ഒരിക്കലല്ല. അയാൾക്ക് ദൈവം കൊടുത്ത വരം. ഞാനതാ ഈ മനോഹരമായ ഒരു പൂവ്, റോസാപ്പൂവ് വിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിലേ ഒന്ന് കടന്നു പോയൊരു ഇളം കാറ്റാ ഞാൻ. പൂവ്, ആ പൂവിൻ്റെ സൗരഭം, അതൊക്കെ അതാണ് അതാക്കിയത്. ഞാനല്ല, ഞാൻ ഉത്തരവാദിയല്ല. വിധി ഇതൊന്നും നമ്മുടെ ഒന്നും കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. ഞാൻ അനുഭവിച്ചതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ്. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുവുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. ഈ കണ്ടതൊക്കെ മായയാണ്. ഇനി മതി ജീവിതം എന്ന് വിചാരിച്ച് അതിനുള്ള വിഷം വാങ്ങിച്ചു വെച്ചു.